നികുതി വിദഗ്ധനായ ശ്രീ മണി അനന്തശിവം കൂടി നമ്മോടൊപ്പമുണ്ട്. ശ്രീ മണി അനന്തശിവം, നികുതി ഘടനയിൽ കാര്യമായ മാറ്റങ്ങളൊന്നുമില്ല, ചെറിയ മാറ്റങ്ങൾ മാത്രമേ ഉള്ളൂ. അത് ഒരു വിഭാഗം പറയുന്നത് ഡെമോക്രസീസിന്റെ വാള് പോലെ, ഈ ധനക്കമ്മി എന്ന് പറയുന്ന ആ ലക്ഷ്യം മുന്നിൽ ഉള്ളതുകൊണ്ട്. പക്ഷെ നമുക്ക് ഈ പറയുന്നത് പോലെ RBIയുടെ ഡിവിഡൻഡ് 2.11 ലക്ഷം കോടി ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ നികുതിയിതര വരുമാനമൊക്കെ വലിയ തോതിൽ വർദ്ധിച്ചിട്ടുണ്ട്. പക്ഷെ എന്നാലും ഒരു കൈവിട്ട കളിക്ക് ധനമന്ത്രി അവിടെ തയ്യാറായിട്ടില്ല. അപ്പോൾ ഈ നികുതിയെക്കുറിച്ച് പറയുമ്പോൾ അതിനും അപ്പുറമായി ആദായ നികുതി ആക്ടിലുള്ള ഒരു പരിഷ്കാരം, അതും വളരെ വർഷങ്ങൾ കൊണ്ടുള്ള ആവശ്യമാണ്. 6 മാസത്തിനുള്ളിൽ അത്തരത്തിലൊരു പരിഷ്കാരം വരുമെന്നൊരു പ്രഖ്യാപനം ഉണ്ടായി. ഇത്തരത്തിൽ ആദായ നികുതി ആക്ടിൽ ഒരു പരിഷ്കാരം വന്നാൽ അത് എത്രത്തോളം ഗുണകരമാകും? മൊത്തത്തിൽ നമ്മൾ ആ നികുതി പ്രഖ്യാപനങ്ങൾ നോക്കിയാൽ അത് ഏത് തരത്തിൽ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഉപകാരപ്രദമാകും? അല്ലാത്ത പ്രഖ്യാപനങ്ങളുണ്ടോ അതിൽ? കൃഷിന നമ്മൾ മനസ്സിലാക്കിയെടുത്തോളം കഴിഞ്ഞ ഒരു 3 ബഡ്ജറ്റ് കാലഘട്ടത്തിൽ വളരെ വ്യവസ്ഥാപിതമായി പ്രഖ്യാപിച്ച ഒരു കാര്യമാണ് ഈ നികുതി ഘടനയിലെ സുതാര്യതയും അതിൻ്റെ സിംപ്ലിഫിക്കേഷനും. ആ സുതാര്യതയും സിംപ്ലിഫിക്കേഷനും വരുമ്പോൾ നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഒരു ന്യൂ ടാക്സ് റീജിയം എന്ന് പറഞ്ഞ് കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് നമ്മുടെ ടാക്സ് സംബന്ധമായ പ്രശ്നങ്ങളിൽ, ഇൻകം ടാക്സിനെ സംബന്ധിച്ചിടത്തോളം സാധാരണക്കാരനെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന സങ്കീർണമായ നിയമവ്യവസ്ഥകളും അതുപോലെ തന്നെ സങ്കീർണമായ ആനുകൂല്യങ്ങളും, ഈ ആനുകൂല്യങ്ങളുടെയൊക്കെ ഒരു ആനുകൂല്യത്തിൻ്റെ തന്നെ വ്യവസ്ഥ എന്ന് പറയുന്നത് 10ഓ 15ഓ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഒരു വ്യവസ്ഥാപിതമായ ടാക്സ് റേറ്റിനെ ബാധിക്കുന്നു, അല്ലെങ്കിൽ ടാക്സ് കളക്ഷനെ സാധാരണക്കാരനെ ലിറ്റിഗേഷനിലേക്ക് അല്ലെങ്കിൽ വ്യവഹാരത്തിലേക്ക് നയിക്കുന്ന ഒരു സമ്പ്രദായത്തിലേക്ക് പോകുന്നതുകൊണ്ട് ന്യൂ ടാക്സ് റീജിയം, അതായത് ഈ ഇളവുകളൊന്നുമില്ലാതെ തന്നെ ടാക്സ് ഡയറക്റ്റായിട്ട് ചെയ്യുന്ന ഒരു സമ്പ്രദായം. ഈ ന്യൂ ടാക്സ് റീജിയമിൽ ഇപ്പോൾ ധനമന്ത്രി പ്രഖ്യാപിച്ചതനുസരിച്ച് അവരുടെ ബഡ്ജറ്റിന് ശേഷമുള്ള പ്രസംഗത്തിന് പറഞ്ഞിട്ടുണ്ട് 66% ആൾക്കാർ ന്യൂ ടാക്സ് റീജിയമിലേക്ക് വന്നു എന്നുള്ളതാണ്. അതിൻ്റെ സ്വീകാര്യതയാണ് അതിനെ കാണിക്കുന്നത്. അതേപോലെ തന്നെ ഇപ്പോഴത്തെ ഈ ബഡ്ജറ്റിലും ഈ ന്യൂ ടാക്സ് റീജിയമിലേക്ക് വരാനുള്ള ഒരു ആനുകൂല്യം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ പഴയ ടാക്സ് റീജിയം എന്ന് പറയുന്നതിൻ്റെ സൺസെറ്റ് ക്ലോസ്, അതായത് അത് എന്നാണ് അവസാനിക്കുന്നതിനെക്കുറിച്ച് ധനമന്ത്രിയോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, അതിനെക്കുറിച്ച് ഞങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനിക്കുള്ളൂ, ഉടനെ ഒന്നും യാതൊരു കാരണവശാലും ആ സൺസെറ്റ് ക്ലോസ് അല്ലെങ്കിൽ പഴയ ടാക്സ് റീജിയം ഒഴിവാക്കും എന്ന് പറയുന്നില്ല. അപ്പോൾ ഈ കാണുന്ന ടാക്സ് റീജിയമിൻ്റെ മാറ്റം തന്നെ ഒരു നികുതി ഘടനയുടെ അല്ലെങ്കിൽ നികുതി നിയമത്തിൻ്റെ ലഘൂകരണമാണ് എന്ന് നമുക്ക് പറയാൻ കഴിയും. ഈ ടാക്സ് കമ്മിറ്റികളും അതുപോലെ തന്നെ ഇൻകം ടാക്സ് ആക്ട് ലഘൂകരിക്കാനുള്ള കമ്മിറ്റികളും അതുപോലുള്ള പഠനങ്ങളും ഒക്കെ പല പ്രാവശ്യം ഇതിനു മുമ്പ് നടന്നിട്ടുള്ളതാണ്. പക്ഷേ സ്ഥായിയായി നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ 1000 രൂപ വരുമാനമുണ്ടാക്കിയാൽ ഞാൻ എത്ര രൂപ ടാക്സ് കൊടുക്കണമെന്നുള്ളത് ഒറ്റ നോട്ടത്തിൽ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. അത് ചാർട്ടേഡ് അക്കൗണ്ടൻ്റെ അടുത്ത് പോയിട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പ്രൊഫഷണൽസ് പോയിട്ടോ മനസ്സിലാക്കാതെ നമുക്ക് നേരിട്ട് മനസ്സിലാക്കാനുള്ള ഒരു സിംപ്ലിഫൈഡ് മെത്തഡോളജി ഉണ്ടാവണം എന്നുള്ള ഒരു സ്ഥായിയായ ആഗ്രഹത്തിൻ്റെ പുറത്താണ് ഈ ഒരു ന്യൂ ടാക്സ് റീജിയം കൊണ്ടുവന്നത്. അതിലേക്ക് ആളുകളെ ആകർഷിക്കുവാൻ വേണ്ടിയിട്ട് അതിൻ്റെ ടാക്സ് റേറ്റ് പഴയ ടാക്സ് റേറ്റിനെക്കാട്ടിലും കുറച്ചുകൊണ്ട് വരികയാണ്. അതിനെ വീണ്ടും ആകർഷിക്കാൻ വേണ്ടിയിട്ട് 24-25 ബഡ്ജറ്റിൽ പുതിയൊരു സമ്പ്രദായം കൊണ്ടുവന്നത് ചെറുതായിട്ടൊരു സ്ലാബ് റേറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയത് കൊണ്ട് തന്നെ ഏകദേശം 20,000 രൂപ 10 ലക്ഷം രൂപ വരെ വരുമാനമുള്ളവർക്ക് 20,000 രൂപയുടെ അടുത്ത് ടാക്സ് റിബേറ്റ് കിട്ടും. അതേപോലെ തന്നെ 50,000 രൂപ എന്ന് പറയുന്ന സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 75,000 രൂപയാക്കി. ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ് ഏറ്റവും കൂടുതൽ നമുക്ക് ഇപ്രാവശ്യം ഈ നികുതി ലഘൂകരണത്തിൻ്റെ ഒരു നോട്ടത്തിൽ അല്ലെങ്കിൽ അതിൻ്റെ ഒരു കാഴ്ചപ്പാടിൽ അവർ ചെയ്ത വേറൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സിൻ്റെ ലഘൂകരണമാണ്. പണ്ട് നമ്മളൊരു മൂല്യവർദ്ധിത വസ്തു അല്ലെങ്കിൽ നമ്മൾ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി നമ്മൾ സ്ഥാവര ജംഗമ വസ്തുക്കൾ മേടിച്ച് വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ, അത് സ്വർണ്ണം ഉൾപ്പെടെ ഉള്ള സാധനം മേടിച്ച് വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ് കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. അതിന് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് ഉണ്ട്. ആ ഇൻഫ്ലേഷൻ ഇൻഡെക്സ് കണക്ക് കൂട്ടി 10,000 രൂപയ്ക്ക് മേടിച്ച സാധനം അതിൻ്റെ വർഷത്തോടനുബന്ധിച്ച് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് കണക്ക് കൂട്ടി, ആ ഇൻഫ്ലേഷൻ ഇൻഡെക്സിൻ്റെ കൂടി നമ്മുടെ കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റ് കൂട്ടി, അതിനെ ഇൻഫ്ലേഷൻ ഇൻഡെക്സ് കൂട്ടി, അങ്ങനെ ഒരു സങ്കീർണമായ ഒരു നടപടിക്രമമായിരുന്നു. അതെല്ലാം മാറ്റി ഒറ്റയടിക്ക് ആ ഒരു ടാക്സ് റീജിയം എന്ന് പറയുന്നത് 12% കൊണ്ടുവന്നു. അപ്പോൾ ഇതെല്ലാം കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നികുതി ലഘൂകരണത്തിൻ്റെ ഭാഗം തന്നെയാണ്. ഓരോ ഘട്ടമായി ഓരോ മേഖലയിലും ഡയറക്റ്റായിട്ട് ടാക്സ് പിരിക്കാനുള്ള ഒരു സമ്പ്രദായമാണ് കൊണ്ടുവരുന്നത്. അതായത് ആവശ്യമില്ലാത്ത നികുതി ആനുകൂല്യങ്ങളെല്ലാം വെട്ടിക്കുറച്ചുകൊണ്ട് സ്ട്രെയിറ്റ് ആയിട്ട് നിങ്ങൾ ഇത്ര രൂപയാണ് നിങ്ങളുടെ വരുമാനം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ടാക്സ് ഇത്രയാണ് എന്നുള്ള വരുത്തേണ്ട രീതി. നമ്മളിപ്പോൾ ബാക്കിയുള്ള വികസിത അമേരിക്ക അതുപോലുള്ള വികസിത രാജ്യങ്ങളിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രീഫിൽഡ് ടാക്സ് റിട്ടേൺ, അതായത് ആളുകളുടെ ടാക്സ് റിട്ടേൺ പ്രീഫിൽഡായിട്ട് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ തരുന്നതാണ്. ആ പ്രീഫിൽഡ് ടാക്സ് റിട്ടേണിൽ നമുക്ക് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ മാത്രം നമ്മൾ സർക്കാരിനെയോ അല്ലെങ്കിൽ ഇൻകം ടാക്സ് ഓഫീസറെയോ അല്ലെങ്കിൽ നമ്മളൊരു നികുതി വിദഗ്ധനെയോ സമീപിച്ചാൽ മതി.
ആ പ്രീ ഫിൽഡ് ടാക്സ് റിട്ടേൺ നമ്മൾ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് കൊടുത്തിട്ട് നമ്മൾ ഒരു ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ഇൻകം ടാക്സ് പോകും. നമ്മുടെ ആ ഇൻകം ടാക്സ് റിട്ടേൺ എന്ന് പറയുന്ന ആ ഒരു സമ്പ്രദായം അല്ലെങ്കിൽ ആ ഒരു സങ്കീർണമായ പ്രൊസീജിയർ ഒരു ക്ലിക്കോടുകൂടി അവസാനിക്കുന്നു. ഇതാണ് ഭാവിയിൽ ലക്ഷ്യമിടുന്നത് എന്നുള്ളതിൻ്റെ ഒരു മുന്നോടിയായിട്ടാണ് ന്യൂ ടാക്സ് റീജിയം കൊണ്ടുവന്നതും അതുപോലെ തന്നെ ക്യാപിറ്റൽ ഗെയിൻസിൻ്റെ ടാക്സ് ഒഴിവാക്കിയതും. പിന്നെ ടാക്സിൻ്റെ കാര്യത്തിൽ നമുക്ക് പറയാനുള്ളത് ഒരു ദൂരവ്യാപകമായ ഒരു വളരെ വളരെ ആത്മാർത്ഥമായ ദൂരവ്യാപകമായ ഒരു മാറ്റമാണ്. അതായത് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻസും ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് നമ്മുടെ ചെറുപ്പക്കാരായിട്ടും ഒരുപാട് റിട്ടയർ ചെയ്ത ആൾക്കാർ വളരെയധികം പൈസ ഇപ്പോൾ ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്ക് അതിൻ്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ അറിയാൻ പാടില്ലാത്തത് കൊണ്ടും അല്ലെങ്കിൽ അവർക്ക് കാര്യമായ പഠനം അവർ നടത്താത്തത് കൊണ്ടും പെട്ടെന്ന് ലാഭം കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയിൽ ഇതിൽ വന്നിട്ട് ഭയങ്കരമായിട്ട് പൈസ മുടക്കി അത് ഭയങ്കരമായിട്ട് അവർക്ക് നഷ്ടപ്പെടുന്ന ഒരു പ്രതീതിയും അത് നഷ്ടപ്പെടുന്ന ഒരു സമ്പ്രദായവും ഇപ്പം നമ്മുടെ നടയിലുണ്ട്. ഒരുപാട് പേർക്ക് പൈസ നഷ്ടപ്പെട്ടിട്ടുണ്ട്. എൻ്റെ തന്നെ അനുഭവത്തിൽ ഒരുപാട് റിട്ടയർ ചെയ്ത ആൾക്കാർക്ക് അവരുടെ മുഴുവൻ പൈസ നഷ്ടപ്പെട്ട ഒരു സാഹചര്യമുണ്ട്. ഇതിനെ ഒന്ന് കർബ് ചെയ്യാം. സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഇതിനെ കർബ് ചെയ്യാനായിട്ട് നികുതി ഘടനയിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. അത് കർബ് ചെയ്യാനായിട്ട് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻസ് എന്ന് പറയുന്നത് 15% എന്ന് പറയുന്നത് 20% ആക്കി. അതായത് ഫിനാൻഷ്യൽ ക്യാപിറ്റൽ അസറ്റ്, അത് നമ്മുടെ ഷെയർ അതുപോലുള്ള സാധനങ്ങൾ വിൽക്കുന്നതിൻ്റെ ടാക്സ് 5% കൂട്ടുന്നതോടൊപ്പം തന്നെ നമ്മൾ സ്പെക്കുലേഷൻ അല്ലെങ്കിൽ നമ്മുടെ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് ട്രേഡ്, അതായത് നമ്മുടെ സ്പെക്കുലേറ്റീവ് ട്രാൻസാക്ഷൻ്റെ ടാക്സ്, സെക്യൂരിറ്റീസ് ട്രാൻസാക്ഷൻ ടാക്സ് അതും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അവർ അതിൽ ഭയങ്കരമായിട്ടൊരു റവന്യൂ അതിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. പിന്നെ അടുത്തതായി ടാക്സിൽ കൊണ്ടുവന്ന ഏറ്റവും വലിയ ഒരു ശ്ലാഘനീയമായ ഒരു മുന്നേറ്റം എന്ന് പറയുന്നത് ബാക്ക്ലോഗുകളുള്ള അപ്പീലുകൾ തീർക്കുവാനായി ഇതിനു മുമ്പ് 2019-ലും 2020-ലുമൊക്കെ വിവാദ് സെ വിശ്വാസ് സ്കീം എന്നുള്ള ഒരു സ്കീം ഉണ്ടായിരുന്നു. അത് പുതിയതായി വിവാദ് സെ വിശ്വാസ് സ്കീം 2024 എന്നുള്ള ഒരു പേരിൽ പറഞ്ഞത് ശരിയാണ്. എന്തായാലും അപ്പീലുകൾക്കുള്ള ആ തുക കൂട്ടിയതുകൊണ്ട് സർക്കാരിന്റെ ഭാഗത്തു നിന്നായാലും ഈ തർക്കം നടത്തുന്ന ആളിന്റെ ഭാഗത്തു നിന്നായാലും അപ്പീൽ കൊടുക്കാനൊന്നും മടിക്കും. അത്തരത്തിലുള്ള തർക്കങ്ങൾ കുറച്ചു കൊണ്ടുവരാൻ ആകും എന്ന രീതിയിലായിരിക്കാം ആ പ്രഖ്യാപനം. അതേപോലെ തന്നെ ഈ പറഞ്ഞതുപോലെ ചെറുപ്പക്കാരാണെങ്കിലും അവരെ ഓഹരി വിപണിയിൽ നിന്ന് മാറണം എന്ന നിശ്ചയത്തോടു കൂടെ നടത്തിയ ഒരു പ്രഖ്യാപനം. അതേസമയം പഠിച്ചു ചെയ്യുന്നവർക്ക് അതൊരു തടസ്സമാകുമോ എന്ന ചോദ്യവും നിലനിൽക്കുന്നു.